ഹായ് ഫ്രണ്ട്സ്, ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ എണ്ണൽ സംഖ്യകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ സമചതുരങ്ങളുടെ എണ്ണം എത്ര? ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫോളോയിങ് ഫിഗർ എന്നാണ്. നമുക്കിതിൽ ചുമ്മാ എന്ന് എണ്ണി നോക്കുക. 1 2 3 4 5. അപ്പോ എണ്ണിയപ്പോഴ് നമുക്ക് എത്ര കിട്ടിയത്? സമചതുരങ്ങളുടെ എണ്ണം 5 ആണ്. ഇവിടെ നോക്കുക, ഈ ചിത്രത്തിലെ വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും തുല്യമാണ്. അതായത് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. അത് രണ്ടും 2 ആണ് അല്ലെ. അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും തുല്യമാണ്. ഇതില് സമചതുരങ്ങളുടെ എണ്ണം കാണാൻ ഞാൻ ചെറിയൊരു ലോജിക് ഉപയോഗിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ഈ 1 ഗുണിക്കണം 1, അതായത് 1 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, പ്ലസ് ഈ 2 ഗുണിക്കണം ഈ 2, 2 ഗുണിക്കണം 2 എത്രയാ? 2 സ്ക്വയർ. ഇത് നമ്മളൊന്ന് നോക്കിയേ. 1ന്റെ സ്ക്വയർ 1 ആണ്, പ്ലസ് 2ന്റെ സ്ക്വയർ 4 ആണ്. 4 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. ശരിയല്ലേ? അതായത് വരികളുടെ എണ്ണം സമം നിരകളുടെ എണ്ണം 2 ആയ ഇത്തരത്തിലുള്ള ഒരു ചിത്രത്തിലെ സമചതുരങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് കണ്ടത്. ഇവിടെ ഇതിന് പകരം വരികളുടെ എണ്ണം സമം നിരകളുടെ എണ്ണം അത് n ആയാൽ നമ്മൾ എന്താണ് കാണേണ്ടിയിരിക്കുന്നത്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു n സ്ക്വയർ ആണ്. അതായത് നമ്മൾ കാണേണ്ടത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക സമം n into n plus 1 into 2n plus 1 divided by 6. Sum of the squares of first n natural numbers is equal to n into n plus 1 into 2n plus 1 divided by 6. ഈ ഇക്വേഷന്റെ പ്രാധാന്യം എന്തെന്നാൽ, വരികളുടെ എണ്ണം സമം നിരകളുടെ എണ്ണം തുല്യമായ ഒരു ചിത്രത്തിൽ അത് എത്രയായാലും നമുക്ക് അതിലെ സമചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഇക്വേഷനിലെ ഈ ചോദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ വരികളുടെ എണ്ണം സമം നിരകളുടെ എണ്ണം 2 ആണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്നിന് പകരം 2 കൊടുത്തു. 2 into 2 plus 1 into 2 into 2 plus 1 divided by 6 അല്ലെ. അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് ബോട്ട്മാഷ് അത് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ 2 into 2 plus 1 3 into 2 2 4 plus 1 5 ഡിവൈഡഡ് ബൈ 6. 2 into 3 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 2 3 6 ആണ്. 6നെ 6 കൊണ്ട് ഹരിച്ചു അല്ലെ. എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ 1 into 5 എന്ത് കിട്ടി? 5 ആണ് ആൻസർ. ശരിയല്ലേ? നമ്മൾ എണ്ണി എപ്പോഴും 5 അല്ലേ കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചെസ് ബോർഡിലെ സമചതുരങ്ങളുടെ എണ്ണം എത്ര? നമുക്കറിയാം, ചെസ് ബോർഡിലെ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. അതായത് ചെസ് ബോർഡിൽ 8 വരികളും 8 നിരകളുമുണ്ട്. അപ്പോ ഈ ചോദ്യം പ്രകാരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 8 നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയും ചോദിക്കും ചോദ്യം. അപ്പൊ നമുക്ക് വി ഹാവ് ദ ഇക്വേഷൻ. എന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക സമം n into n plus 1 into 2n plus 1 divided by 6. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ്. n എത്രയാണോ? 8 അല്ലേ. അപ്പൊ 8 into 8 plus 1 9 into 2 ഗുണം 8 16 പ്ലസ് 1 17 ഡിവൈഡഡ് ബൈ 6. ശരിയല്ലേ? അപ്പോ 8 into 9 into 17 divided by 6.
നമുക്ക് വെട്ടാം. 8ൽ എത്ര? 2, 4. 6ലോ 3. ഇനി 9നെ 3 കൊണ്ട് ഹരിക്കാം. 9ൽ എത്ര? 3, 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 12 ഗുണിക്കണം 17. 12 ഗുണം 17 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 204. അപ്പൊ ഒരു ചെസ് ബോർഡിൽ 204 സമചതുരങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ സമചതുരങ്ങളുടെ എണ്ണം എത്ര? ഈ ചിത്രങ്ങളിലേക്ക് നോക്കുക. നോക്കുമ്പോഴേ ഇവിടെ വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും വ്യത്യസ്തമാണ്. വരികളുടെ എണ്ണവും നിരകളുടെ എണ്ണവും തുല്യമാണെങ്കിൽ നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക വെച്ച് സമചതുരങ്ങളുടെ എണ്ണം കാണാമായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വേറൊരു രീതിയിലാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ നമ്പർ ഇടാൻ പോവാ. 1, 2, 3. അപ്പൊ 3 നിരകളുണ്ട്. അതേപോലെ എത്ര വരികളുണ്ട്? 1, 2. 1, 2. 2 വരികളുണ്ട്. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് ഈ 2 ഗുണിക്കണം ഈ 3. 2 ഗുണിക്കണം 3 പ്ലസ് ഈ 1 ഗുണിക്കണം 2. 1 ഗുണിക്കണം 2. ഇനി ഇവിടെ ഗുണിക്കാൻ വരികളില്ല. അപ്പൊ നമ്മൾ അവിടെ നിർത്തി. വരികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗുണിക്കാൻ പാടുള്ളൂ. അതേപോലെ ഇപ്പുറത്ത് നോക്കുമ്പോൾ നിരകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗുണിക്കാൻ പറ്റൂ. അപ്പൊ അതില്ല, അവിടെ നിർത്തി. അപ്പൊ നമ്മൾ ഇത് ഗുണിക്കുന്നു. 2 ഗുണം 3 എത്രയാണ്? 6 പ്ലസ് 1 ഗുണം 2 2 ആണ്. 6 പ്ലസ് 2 8. അപ്പൊ ഈ ചിത്രത്തിലെ സമചതുരങ്ങളുടെ എണ്ണം 8 ആണ്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇവിടെ നമ്മൾ നമ്പർ ഇടുന്നു. 1, 2, 3, 4. ഇനി നിരകൾക്കും നമ്പർ ഇടുന്നു. 1, 2, 3. എന്താ ചെയ്യാ? 4 ഗുണം 3. 4 ഗുണം 3 പ്ലസ് 4 ഗുണം 3 പ്ലസ് 3 ഗുണം 2 പ്ലസ് 2 ഗുണം 1. കഴിഞ്ഞില്ലേ? ഉള്ള വരിയും ഉള്ള റോസും തമ്മിൽ, ഉള്ള വരിയും ഉള്ള നിരയും തമ്മിൽ നമ്മൾ ഗുണിച്ചു. ഇനി നോക്കുക. 4, 3, 12 പ്ലസ് 3, 2, 6 പ്ലസ് 2. 12, 6, 18. 18ഉം 2ഉം 20. അപ്പോ ഈ ചിത്രത്തിലെ സമചതുരങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 1 square plus 2 square plus 3 square plus 4 square plus etc plus 15 square. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ n into n plus 1 into 2n plus 1 divided by 6 ആണ്. ഇവിടെ n എന്താണ്? n is equal to 15 ആണ്. n is equal to 15. അപ്പൊ 15 into 15 plus 1 16 into 2 15 30 plus 1 31 divided by 6 അല്ലെ? ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. 15ൽ എത്ര 3 ഉണ്ട്? 5 3 15. 6ൽ 2 3. ഇനി 16ൽ എത്ര 2? 8. 5 into 8 40. 40 into 31 1240. Next question. 2 square plus 4 square plus 6 square plus etc plus 20 square. ഇത് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയിൽ വരുന്നതല്ല. ഇത് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയായിട്ട് പോവാണ് അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നു. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 4ന്റെ സ്ക്വയർ 16. 6ന്റെ സ്ക്വയർ 36 എക്സെട്ര പ്ലസ് 20ന്റെ സ്ക്വയർ 400 അല്ലേ? ഇനി ഇതിലേക്കൊന്ന് നോക്കിയേ. ഒക്കെ 4ന്റെ ഗുണിതങ്ങളല്ലേ? 4ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് 4 ഞാൻ വെളിയിലെടുക്കുന്നു. കോമൺ ഫാക്ടർ വെളിയിലെടുക്കുന്നു. അപ്പൊ 4 വെളിയിലെടുക്കുന്നു. അപ്പോ 4ൽ നിന്നും 4 വെളിയിലെടുക്കുക എന്ന് പറഞ്ഞാൽ 4നെ 4 കൊണ്ട് ഹരിക്കുക. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്. പ്ലസ് 16നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 ആണ്. 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 ആണ്. പ്ലസ് 400നെ 4 കൊണ്ട് ഹരിച്ചാൽ 100 ആണ്. ഇനി നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് നോക്കുക. ബ്രാക്കറ്റിനുള്ളിലേക്ക് നോക്കുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. എക്സെട്ര ടു പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്.
അപ്പോ ബ്രാക്കറ്റിനുള്ളിൽ തന്നിരിക്കുന്നത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ്. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ 4 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ക്രീജിയാണ് n 10 ആണ്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 6ൽ 3 എത്ര തവണ? 2 തവണ. 21ൽ 7 തവണ. ഇനി 10ൽ 2 എത്ര തവണ പോവും? 5. ഇനി 5 ഗുണം 7 35 ഇൻറ്റു 11 385. 4 ഗുണം 385. നമുക്ക് എന്ത് കിട്ടും ആൻസർ? 1540. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മത്സര പരീക്ഷകളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ചതുരങ്ങളുടെ എണ്ണം എത്ര? ഫൈൻഡ് ദ നമ്പർ ഓഫ് റെക്ടാംഗിൾസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5. നമുക്കറിയാം എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ്. അപ്പോ 5 എണ്ണം സമചതുരങ്ങൾ 5 എണ്ണമായി. 1 6 7 അല്ലെ 8 9. അപ്പൊ എത്ര എണ്ണി? 9. അപ്പൊ ചതുരങ്ങളുടെ എണ്ണം 9 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ വരികളുടെ എണ്ണം സമം നിരകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. ഞാൻ നമ്പർ ഇടുകയാണ്. 2 നിര, 2 വരി. നേരത്തെ നമ്മൾ സമചതുരങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടി ഈ 1 ഗുണിക്കണം 1 എന്നാണ് ചെയ്തത്. അതായത് 1 സ്ക്വയർ എഴുതി. ഈ 2 ഗുണിക്കണം 2 എഴുതി. 2 സ്ക്വയർ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 1 ഗുണം 1 ഗുണം 1 3 തവണ ഗുണിക്കുന്നു. 1 ഗുണം 1 ഗുണം 1 പ്ലസ് ഇവിടെയോ 2 ഗുണം 2 ഗുണം 2. അതായത് 1 ഗുണം 1 ഗുണം 1 എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് ആണ്. 2 ഗുണം 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. 1ന്റെ ക്യൂബ് 1ഉം 2ന്റെ ക്യൂബ് 8ഉം 8ഉം 1ഉം കൂട്ടിയാൽ 9 ആണ്. അപ്പൊ ഇവിടെ വരികളുടെ എണ്ണം സമം നിരകളുടെ എണ്ണം അത് 2 ആയ ഇത്തരത്തിലുള്ള ഒരു ചിത്രത്തിലെ ചതുരങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കാണുന്നത്. ഇനി ഇതിന്റെ ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടെ ഈ എത്ര വരിയുണ്ട്? 1 2. ആ വരിയിലെ നമ്പർ ഞാൻ എഴുതി. 1 കൂട്ടണം 2 എത്രയാണോ? 3. ഇനി നിര 1 2 അതും എഴുതി. 1 2 സമം എത്രയാണ്? 3 ആണ്. അപ്പോ ഈ 3 ഗുണം 3 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അതായത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുക, ഇതും ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുക, അത് പരസ്പരം ഗുണിച്ചു. അതായത് അതിന്റെ വർഗം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9 കിട്ടി. അപ്പോ ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വർഗമാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ വരികളുടെ എണ്ണം സമം നിരകളുടെ എണ്ണം അത് n ആയ ഒരു ചിത്രത്തിലെ ചതുരങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിച്ചാൽ മതി, അല്ലെ? സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വർഗമാണ്, അല്ലെ? അപ്പോ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഓൾ റേസ് ടു 2 ആണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വർഗമാണ്. അപ്പൊ n ഈക്വൽ ടു 2. 2 ഇൻറ്റു 2 പ്ലസ് 1 3 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ. 2ഉം 2ഉം വെട്ടി. 3ന്റെ സ്ക്വയർ എത്ര കിട്ടി? 9 കിട്ടി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചെസ് ബോർഡിലെ ചതുരങ്ങളുടെ എണ്ണം എത്ര? നമുക്കറിയാം ചെസ് ബോർഡിൽ 8 വരികളും 8 നിരകളുമുണ്ട്.
അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കാണേണ്ടത് എന്നാണ്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു 8 ക്യൂബ് അല്ലെ. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വർഗമാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വർഗം n into n plus 1 divided by 2 all raised to 2 എന്നാണ്. അപ്പൊ ഇവിടെ n എത്രയാണ്? 8 ആണ്. 8 into 8 plus 1 9 by 2 all square. അപ്പോ 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 ആണ്. 9 ഗുണം 4 36. 36ന്റെ സ്ക്വയർ എത്രയാണ്? 1296. അപ്പോ ഒരു ചെസ് ബോർഡിലെ ചതുരങ്ങളുടെ എണ്ണം എത്രയാണ്? 1296 ആണ്. അടുത്തത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 15 ക്യൂബ്. അപ്പോ ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? n into n plus 1 by 2 all raised to 2. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 15 into 16 by 2 all raised to 2 ആണ്. 16ൽ എത്ര? 2 8. 15 ഗുണം 8 120 ആണ്. 120ന്റെ സ്ക്വയർ നമുക്കറിയാം. 12ന്റെ സ്ക്വയർ 144 ആണ്. 0 വരുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താണ് ആൻസർ? 14400. അടുത്ത ചോദ്യം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര പ്ലസ് 20 സമം 210 ആയാൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 20 ക്യൂബ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വർഗമാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. അതായത് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വർഗമാണ് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. അപ്പൊ നമ്മൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? 210ന്റെ സ്ക്വയർ ചെയ്താൽ മതി അല്ലെ. 21ന്റെ സ്ക്വയർ 441 ആണ്. 0 വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്തെഴുതണം? 2 0 ചേർത്ത് എഴുതണം. ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിലെ ചതുരങ്ങളുടെ എണ്ണം എത്ര? ഈ ചിത്രം നോക്കാം. ഈ ചിത്രത്തില് വരിയും നിരയും വ്യത്യസ്തമാണ്. നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ് അല്ലെ. വരിയും നിരയും തുല്യമായതാണെങ്കിൽ നമുക്ക് ചതുരങ്ങളുടെ എണ്ണം കാണാൻ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക വെച്ച് ചെയ്യാം. ഇവിടെ വരിയും നിരയും വ്യത്യസ്തമാണ്. അപ്പൊ ഇത് എണ്ണുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ എന്ത് ചെയ്യും എന്ന് നോക്കാം. ഞാൻ നിരകൾക്ക് നമ്പർ ഇടുന്നു. 1 2 3 4. എന്നിട്ട് ഈ നിരകൾ മുഴുവൻ കൂട്ടുന്നു. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4. അപ്പൊ നമുക്കറിയാം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n into n plus 1 by 2 ആണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ 4ന്റെ തുക കാണാനും 4 into 5 by 2 4 5 20 by 2 എത്ര കിട്ടും? 10 കിട്ടും. ഇനി അതേപോലെ വരികളിൽ നമ്മൾ നമ്പർ ഇടുന്നു. 1 2 3. എന്നിട്ട് വരികൾ നമ്മൾ കൂട്ടുന്നു. 1 2 3 3 6. അല്ലെങ്കിലോ ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ. 3 into 4 by 2 3 4 12 by 2 6 ആണ്. ആ 6 ഇവിടെ എഴുതി. അപ്പോ ഈ 6ഉം ഈ 10ഉം ഗുണിച്ചു കഴിഞ്ഞാല് നമുക്ക് 60 കിട്ടും. അപ്പൊ ഈ ചിത്രത്തിലെ ചതുരങ്ങളുടെ എണ്ണം 60 എണ്ണമാണ്. അടുത്ത് വന്നിരിക്കുന്ന ചിത്രം നോക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്പർ ഇടുന്നു. 1 2 3 4. ഇത് കൂട്ടുന്നു. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4. അതായത് 4 into 5 by 2 20 by 2 എത്രയാണ്? 10. ഇനി ഇതും 1 2 3 4 5. വരികൾക്ക് നമ്പർ ഇട്ടു, അത് കൂട്ടുന്നു. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5. അതായത് ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ തുക 5 into 6 by 2. 5 ഗുണം 6 30 by 2 15. ഇനി 15 ഗുണിക്കണം 10 എത്രയാണോ? 150. അപ്പൊ ഈ ചിത്രത്തിലെ 150 ചതുരങ്ങൾ ഉണ്ടാവും.
നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് എണ്ണൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി സംഖ്യാസമ്പ്രദായത്തിൽ ബാക്കിയുള്ള സംഖ്യകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ. വീണ്ടും കാണാം. ബൈ.